ഇതുപോലെ വേറെ ഒരു യാത്രയുണ്ട്. അത് അത്ര സാഹസികമല്ല എങ്കിൽ പോലും ഒരു പ്രത്യേകത ഉണ്ടായ ഒരു യാത്രയാണത്. അതിൻ്റെ ഒരു യാദൃച്ഛികത എന്ന് പറഞ്ഞാൽ അവിടെയും 2, 3 സിസ്റ്റർമാർ ഈ കഥാപാത്രങ്ങളായുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരാൻ കാര്യം. അത് 50 വർഷത്തെ മലയാള ചലച്ചിത്ര സംഗീതം ഒരു വലിയ പരിപാടിയാക്കി നടത്താൻ മാസ്റ്റർ തീരുമാനിച്ചല്ലോ. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ആ പ്രോഗ്രാമിന് ഒരു തടസ്സം നേരിട്ടു. സ്ട്രോക്ക് വന്നു. അങ്ങനെ 2, 3 വർഷം അങ്ങനെ പോയി. പിന്നീട് മാസ്റ്റർ പലയിടത്തുനിന്ന് പരാതികൾ ഉയർന്നു വന്നെങ്കിലും വീണ്ടും നടത്താനുള്ള ഒരു പുറപ്പാടിലായിരുന്നു. പക്ഷെ എല്ലാത്തിനും മാസ്റ്റർ നേരിട്ടിറങ്ങി. ഇനി അതിനൊരു തടസ്സം ഉണ്ടാവരുത് എന്ന കാര്യം നേരിട്ട് അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് മദ്രാസിലേക്ക് എത്തി. മദ്രാസിൽ ചെന്ന് ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് അവിടുന്നാണ് മദ്രാസ് ടു ബോംബെ അങ്ങനൊരു യാത്ര. അങ്ങനെ ഞങ്ങൾ മദ്രാസിൽ നിന്ന് മദ്രാസ് ബോംബെ ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് സ്ലീപ്പറിലാണ് കയറുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടർ ഫസ്റ്റ് ക്ലാസ്സിലോ എ സിയിലോ എന്താണ് കയറിപ്പോകാത്തതെന്ന് ഒരു സംശയം ഉണ്ടാവാം. ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർ പറയും, ഒന്നാമത് എ സി എനിക്ക് പിടിക്കത്തില്ല. മാസ്റ്റർ പറയുന്നതാണ്, ആ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ ശക്തിയൊക്കെ കുറവേണ്ട, തണുപ്പ് ഒട്ടും താങ്ങാൻ പറ്റില്ല. അല്ലാതെ തന്നെ മാസ്റ്റർ ചെറിയ തണുപ്പ് വരുമ്പോൾ സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഫോട്ടോയിലൊക്കെ കണ്ടോ, ഒരു ചുവന്ന സ്വെറ്റർ, ഒരു കാപ്പിപ്പൊടി സ്വെറ്റർ, അങ്ങനെ പലതരം സ്വെറ്ററുകളുണ്ട്. അതൊക്കെ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ എ സി യാത്ര ചെയ്യുന്ന കാര്യം മാസ്റ്റർ പറയും, യാത്ര കഴിഞ്ഞ് ചെല്ലുമ്പോൾ എൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോയാൽ മതിയെന്ന് കളിയാക്കി പറയുമായിരുന്നു. അതുകൊണ്ട് എ സി തിരഞ്ഞെടുക്കാറില്ല. പിന്നെ ഫസ്റ്റ് ക്ലാസ് മാസ്റ്റർ പറയുന്നത്, ഫസ്റ്റ് ക്ലാസ്സിലിരിക്കുന്നവർ ഓരോരുത്തരും ഓരോ ദ്വീപ് പോലെ. ദ്വീപെന്ന് പറയുന്നത് ഒരു ബന്ധവും കാണത്തില്ല മറ്റ് സ്ഥലവുമായിട്ട്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ദ്വീപ്. അപ്പോൾ അവർ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ലോകത്തിലായിരിക്കും. അപ്പോൾ ഒരു കാര്യത്തിലും അവർ പരസ്പരം അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ ടിക്കറ്റിലാകുമ്പം സാധാരണക്കാരാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വയ്യായ്മ വരികയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം വരികയോ ചെയ്യുകയാണെങ്കിൽ അവധി ചോദിച്ചാൽ അവർ വാങ്ങിച്ചുകൊണ്ട് വരും. പരസ്പര സഹായം ഉള്ളത് കൊണ്ടാണ് മാസ്റ്റർ സെക്കൻഡ് ക്ലാസ് തിരഞ്ഞെടുക്കാറുള്ളതെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബോംബെയിലേക്ക് പോവുകയാണ്. അത് രാത്രിയിലാണ്. 7 മണിക്കാണ് മദ്രാസിൽ നിന്ന് അന്ന് ട്രെയിൻ വിട്ടത്. അപ്പം എനിക്കും മാസ്റ്റർക്ക് ലോവർ ബെർത്തായി. മാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുക എഴുന്നേക്കും. മാസ്റ്റർ എന്നെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടും, ഞാൻ എഴുന്നേക്കും. ഞാൻ ഉറക്കപ്രിയനാണ്. അപ്പോൾ മാസ്റ്റർ പറയും, ഇവൻ എന്നെ എന്ത് സംഭവിച്ചാലും ഇവനൊന്നും അറിയാൻ പോകുന്നില്ല എന്ന് കളിയാക്കി പറയും. എന്നിരുന്നാലും മാസ്റ്റർ തട്ടിയാലുടനെ ഞാൻ എഴുന്നേക്കും. അങ്ങനെ ഞാൻ ബാത്റൂമിൽ മാസ്റ്റർ ട്രെയിൻ കുലുക്കുമല്ല, ഭയങ്കര കുലുക്കോ. അപ്പോൾ തനിയെ പോകാനൊക്കത്തില്ല. പിന്നെ ഒരു കപ്പും കൊണ്ടുപോകണം. അങ്ങനെ മാസ്റ്റർ ഒരു പേപ്പർ പ്രത്യേകം കൊണ്ടുപോകും. യൂറോപ്യൻ ക്ലോസിലൊക്കെ അക്കൂസിലൊക്കെ ഇട്ടിരിക്കാനൊക്കെ പ്രത്യേക ഒരു പേപ്പർ വിരിച്ചിട്ടൊക്കെ മാസ്റ്റർ. അപ്പോൾ അതിന് ഒരാളുടെ സഹായം ആവശ്യമുണ്ട്. അങ്ങനെ ഞാനും മാസ്റ്റർ പതുക്കെ ഇങ്ങനെ നടന്നിങ്ങനെ പോകാറുണ്ട് ഇങ്ങനെ. അപ്പം ലോവർ ബെർത്ത് ഞങ്ങളിങ്ങനെ അപ്പം 2 കന്യാസ്ത്രീകൾ, അവർ മുകളിലത്തെ ബെർത്താണ്. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പരിചയപ്പെട്ടു. മാസ്റ്റർ ഇങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു. ഞാൻ മുഖേന അറിഞ്ഞു. മാസ്റ്റർ അങ്ങനെ ഒന്നും മ്യൂസിക് ഡയറക്ടർ ഒന്നും പറയാറില്ല. എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിതിനെ. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അവർ പാട്ടിൻ്റെയൊക്കെ ഒരു ആസ്വാദകരാണ് അവർ. അപ്പോൾ കിടക്കാൻ നേരത്ത് അവർ മുകളിലേക്ക് കയറിപ്പോകുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാസ്റ്ററിൻ്റെ ഒരു മനുഷ്യത്വമാണ്. മാസ്റ്റർ പറഞ്ഞു, എടാ നീ ആരോഗ്യമുള്ള ആളല്ലേ, അവർ 2 കന്നാസ്, നീ ഒരു കാര്യം മുകളിൽ കിടന്നോ, നിൻ്റെ ബെർത്തും ആൾ അപ്പർ ബെർത്തും അവരെടുത്തോട്ടെ എന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷം. ഇത്രയും ഒരു മനുഷ്യത്വം, ഒരു കരുണ, എമ്പതിന്നോ സിമ്പതിന്നോ നമുക്കതിനെ വിളിക്കാം. അതൊക്കെയാണ് മാസ്റ്ററിൻ്റെ ഒരു വലിയ ഗുണമെന്ന് പറയുന്നത്. അതാർക്കും അറിഞ്ഞുകൂടാൻ പറ്റാത്ത പല സന്ദർഭങ്ങളിലും എനിക്കിത് തെളിവായിട്ടുണ്ട്. അവർക്ക് വലിയ സന്തോഷമായി. എനിക്ക് പക്ഷേ ഞാൻ പറഞ്ഞു, മാസ്റ്റർ ഇടയ്ക്ക് വിളിക്കണ്ട, അത് ഞാൻ തന്നെ വിളിച്ചോളാം, ഞാൻ എഴുന്നേറ്റ് നിന്ന് തട്ടിയാൽ മതി, മുകളിൽ തട്ടിയാൽ മതിയല്ല, നീ ശ്രദ്ധിച്ച് കിടന്നാൽ മതിയെന്ന് പറഞ്ഞു. ഇപ്പോൾ TTR വന്നോണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിൻഡോസ് ശരിക്ക് താഴ്ത്തണം, ലോക്ക് ചെയ്യണം. കാര്യം നമ്മൾ ആന്ധ്രാപ്രദേശം കടന്നാണ് പോകുന്നത്. അപ്പോൾ ഈ തീവണ്ടി കള്ളന്മാരുണ്ടാകും. കൊള്ളക്കാരെ കള്ളന്മാർ എനിക്ക് അറിഞ്ഞൂടെ, ഇങ്ങനെ അയാൾ വന്ന് പറഞ്ഞു. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് ഷട്ടർ നല്ലവണ്ണം താഴ്ത്തണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ മാസ്റ്റർ കളി, ഞങ്ങളുടെ കയ്യിലൊന്നും ഒന്നുമില്ല എന്ന് മാസ്റ്ററോട് പറഞ്ഞു. സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ വലുതായിട്ടൊന്നുമില്ല. ഞാനങ്ങനെ കയറി ഒരു തവണ മാസ്റ്റർ എന്നെ തട്ടി വിളിച്ചു, മൂത്രമൊഴിക്കാൻ കൊണ്ടുപോയി. പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ കിടന്ന് ഉറക്കെ. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഭയങ്കര ബഹളങ്ങളും കാര്യങ്ങളൊക്കെ നടന്നത്. മാസ്റ്റർ വിശദീകരിച്ച് പറയുകയാണ്, ഈ സിസ്റ്റർമാർ 2 പേരും കിടന്നപ്പോൾ ചെറിയ ഒരു കാറ്റ് എടുത്തിട്ട് കുറച്ച് വിൻഡോ പൊക്കി വെച്ചിരുന്നു. വിൻഡോ പൊക്കി വെച്ചപ്പോൾ അവരിങ്ങനെ തലയിലിങ്ങനെ
കൈ ഇങ്ങനെ വെച്ചിരുന്നു. ഏതോ ഈ സ്ഥലം കടന്നപ്പോൾ 2, 3 കള്ളന്മാർ ഒരു വാള് വെച്ചിട്ട് അവരെ വിരൽ മുറിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ പെട്ടെന്ന് വിരലിൽ തട്ടുകയും അവർ കൈ ഇങ്ങനെ പിൻവലിക്കുകയും ചെയ്തു. അപ്പം തന്നെ ബഹളം വെച്ച് എഴുന്നേറ്റപ്പോഴത്തെ കള്ളൻ അവർ തൂങ്ങിക്കിടന്ന് എങ്ങനെ വെട്ടുന്നതായിരിക്കും, സ്ഥിരമായിട്ട് കിടന്നുണ്ട്. ഏതായാലും ബഹളം വെച്ച് ലൈറ്റ് ഇട്ടു, മറ്റേവരെല്ലാം ഉണർന്നു. ഒന്നും സംഭവിച്ചില്ല. 2 വിരലുകൾക്ക് ആ വാളിൻ്റെ വെട്ടേറ്റ് ചെറിയായിട്ട് പോറൽ സംഭവിച്ചു. അപ്പം തന്നെ അവരെ കയ്യിൽ മരുന്നുകൾ ചെറിയ ഇതൊക്കെ ഉള്ളതുകൊണ്ട് പുരട്ടി. അപ്പോൾ മാസ്റ്റർ അടുത്ത ദിവസം രാവിലെ ചായ കുടിക്കാൻ നേരത്ത് ഇത് പറയുന്നത്, എടാ ഇവരെ കൊന്ന് ഞങ്ങളെയൊക്കെ കൊന്ന് കള്ളന്മാർ കൊണ്ടുവന്ന് നീ അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. സത്യത്തിൽ എൻ്റെ ഉറക്കക്കുറവ് കൊണ്ട് പറ്റിയാണ്. എങ്കിൽ പോലും അവരെ മാസ്റ്റർ ആ പരിചരണത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അവർക്കും. അപ്പോൾ അവർ പൂനെയിലെങ്ങാണ്ട് ഇറങ്ങി, ഞങ്ങൾ ബോംബെയിലാണ് ഇറങ്ങിയത്. അവർ പറയാ, ഞങ്ങളുടെ ഒരു അച്ഛനെ കണക്ക് ഞങ്ങൾ നോക്കിയ മാസ്റ്റർ ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല എന്ന് പറഞ്ഞ് അവർ വേർപിരിഞ്ഞിറങ്ങി ഒരിക്കലും മറക്കത്തില്ല. പിന്നെ ഞങ്ങൾ ബോംബെയിലേക്ക് പോയി. അവിടെ ടി.പി. ചന്ദ്രൻ എന്നൊരാളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. എല്ലാ സിനിമാക്കാരും യേശുദാസ് ഉൾപ്പെടെയുള്ളവർ ചെന്നാലും ആ വീട്ടിലാണ് താമസിക്കുന്നത്. എല്ലാവർക്കും കാപ്പിയും ചായയൊക്കെ കൊടുക്കേണ്ട ഒരു മടിയില്ലാത്തൊരു മനുഷ്യനാണ്. നട്ട് ആൻഡ് ബോൾട്ട് എന്നൊരു സ്ഥാപനം അദ്ദേഹം ബോംബെ മറൈൻ ഡ്രൈവിൽ നടത്തുന്നുണ്ടായിരുന്നു. ഏത് സിനിമാക്കാരെ വീട്ടിൽ എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം താരനിശകൾക്കൊക്കെ ആളെ കൊണ്ടുവന്ന ഒരാളായിരുന്നു. അപ്പോൾ മരിച്ചുപോയി അദ്ദേഹം. ആ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. അദ്ദേഹമാണ് ഞങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയത്. ആ യാത്രയെപ്പറ്റി മറ്റൊരു അധ്യായത്തിൽ പറയാം.